ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ലുലു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എല്ലാവരും നഷ്ടത്തിലായി, നമ്മുടെ പൈസ പോയെന്ന് ചോദിച്ചു ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒരു 2000 ദിറംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവോ, അത് കുറഞ്ഞു പോയി, ഇനി വെയിറ്റ് ചെയ്യുക, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ലുലു ലുലു പറഞ്ഞ ഒറ്റ സ്റ്റോക്ക് മാത്രമല്ല നിങ്ങൾക്ക് കൈവെക്കാം. ഇപ്പോൾ സാലിക്കിൻ്റെ സ്റ്റോക്ക് ഉള്ളവർക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ ലുലുവിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. എല്ലാ സ്റ്റോക്കുകളും എല്ലാ സമയത്തും മുകളിലോട്ട് മാത്രം പോകത്തില്ല, താഴോട്ടും പോകും. പക്ഷേ ഇപ്പോൾ സാലിക്കിനൊരു സമയം വരും, അത് കുറച്ച് താഴോട്ട് പോകും, അന്നേരം ലുലുവിൻ്റെ സ്റ്റോക്ക് കൂടും. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങൾ ആവറേജ് ഇത് വെച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2000 ദിറംസ് ഇട്ടു കഴിഞ്ഞു എന്നല്ല, നമ്മൾ എല്ലാ മാസവും ചെറിയൊരു തുക ഇട്ടിട്ട് നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇപ്പം ഒരു 10 വർഷത്തിൽ നിങ്ങൾക്കൊരു നല്ല വെൽത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളൊരു 2000 ദിറംസ് ഇട്ടു, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്യുന്നില്ലെന്ന് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനോ ഇല്ല, ഒന്നും പോകാനോ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ചാനൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് സ്പെഷ്യൽ അതൊരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ, ഇത് മെമ്പർഷിപ്പ് ചാനൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് പൈസ ഉണ്ടാകുന്ന പോലെ തന്നെയാണ്, അതായത് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൈസ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് മൊത്തം പറയും. ഇപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഏകദേശം 16,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. ഇന്നലെ നമുക്ക് 30,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 11 ലാക്കാണ്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 16 ലാക്സോളം ഉണ്ട്. 4 ലാക്സോളം പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയർ തുടങ്ങിയൊരു പോർട്ട്ഫോളിയോ ആണിത്. അപ്പം ഇതിന് എല്ലാ കാര്യം, ഇപ്പം അത് മാത്രമല്ല നമ്മുടെ UAE മാർക്കറ്റിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, മാസം 500 1000 ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് പൊട്ടൻഷ്യലി കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുന്നിടത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താല്പര്യമൊക്കെ ഉള്ളവർ ജോയിൻ ചെയ്യുക. ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ലോജിക്കുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതൊക്കെ ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ എല്ലാ മാസം ഇടുന്നുമുണ്ട്. അപ്പം നമുക്ക് ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം, അതായത് നമ്മുടെ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മളൊരു 100 രൂപ ഇട്ടു, എന്നിട്ട് 100 രൂപയായി. ഓക്കെ, 100% പ്രോഫിറ്റ്. പക്ഷേ നമ്മൾ എല്ലാ മാസവും അതിനകത്തൊരു 100 രൂപ ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ പെർസെൻറ്റേജ് കുറയും. സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം 100 ഇട്ടു, നിങ്ങൾക്കൊരു 50% പ്രോഫിറ്റ് കിട്ടി. വീണ്ടും നിങ്ങൾ 100 ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് 25% കുറയും. അതുപോലെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ എല്ലാ മാസവും നാട്ടിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കുറയും, പക്ഷേ എമൗണ്ട് കുറയത്തില്ല. എമൗണ്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ നമുക്ക് 4.35 ലാക്സ് പ്രോഫിറ്റ് ഉണ്ട് ലാസ്റ്റ് 1 ഇയറിൽ. അതിപ്പോൾ 36% ആണ്. പക്ഷേ നമുക്ക് 55% ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആവറേജ് ചെയ്തപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കുറഞ്ഞാണ്. ഇപ്പം തന്നെ സ്റ്റോക്ക് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് 257%, 117%, 100%, 44%, 19%, 8%, ഇങ്ങനെ പലത് കിടപ്പുണ്ട്. അതിനകത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ലാസ്റ്റ് മാസം ഞാൻ ഈ നെഗറ്റീവ് ഉള്ള സ്റ്റോക്കാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിരുന്നുണ്ടോ. ഞാൻ ലാസ്റ്റ് മാസവും ഇതിൻ്റെ ഒരു 40 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് സെപ്റ്റംബർ 2023 ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം വില കൂടുതലായിരുന്നു. അപ്പം അതെന്തുകൊണ്ടൊക്കെ വാങ്ങിക്കുന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മെമ്പർഷിപ്പ് ചാനലിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത്. അല്ലാതെ ലുലുവിൻ്റെ സ്റ്റോക്ക് മേടിച്ചു, എനിക്ക് നെഗറ്റീവായി, അയ്യോ എൻ്റെ പൈസ മൊത്തം പോകുമെന്ന് ചോദിച്ചാൽ ആലായിട്ട് അടഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. 2000 ദിറംസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങളത് ഇരട്ടി കിട്ടിയാൽ പോലും 4000 ദിറംസ് ആയാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകത്തില്ല. പക്ഷേ പ്രോപ്പറായിട്ട് നല്ല എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നല്ലൊരു വെൽത്ത് നമുക്ക് ഇവിടുന്ന് ഒരു 10 വർഷത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം താല്പര്യമുള്ളതൊക്കെ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലുലുവിൻ്റെ സ്റ്റോക്ക് എങ്ങനെ മേടിക്കും എന്നൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് അതിൻ്റെ വീഡിയോ പുറകെ ഇടുന്നതായിരിക്കും. എന്ത് ഡൗട്ടാണ് ചോദിക്കുക, കൂടുതൽ ആൾക്കാർ അത് അയച്ചു കൊടുക്കുക. പുതിയ മെമ്പേഴ്സിനൊക്കെ താങ്ക് യു. പുതിയ മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും താങ്ക് യു. ഡിസ്ക്ലൈമർ ഉള്ളത് ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമുള്ളതാണ്. അഡ്വൈസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ റിസർച്ച് നടത്തുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത് വിളിക്കണം. താങ്ക് യു.